मुझे मत मारो, मुझे मत मारो, എന്നെ വെടിവെക്കരുത്, എന്നെ വെടിവെക്കരുത്, मुझे मत मारो, मुझे मत मारो, मुझे मत मारो. അമ്മച്ചി, അയ്യോ എന്നെ കൊന്നേ, എന്നെ വെടിവെച്ചേ, അയ്യോ അയ്യോ. എന്താ പാപ്പാ? എനിക്കറിയില്ലേ? എന്താ? അയ്യോ തോക്ക്, അയ്യോ തോക്ക്, തോക്ക്, വെടി തോക്ക്. അയ്യോ പാപ്പാ, ഇത് തോക്കല്ല ചട്ടമാണ്. അയ്യോ അയ്യോ. എന്താ പറ്റി പാപ്പാ? അയ്യോ എന്നെ ആരോ കൊന്ന് വെടിവെച്ച്, വെടിവെച്ച് എന്റെ പാറുവിനെ ആരുമില്ല. അയ്യോ അയ്യോ എന്തോന്ന് വെച്ചാ ചൂട് ചട്ടും വേണ്ടി ഇറങ്ങണത്. എന്താ പറ്റിയെന്ന്? ഞാനേ ഒരു സ്വപ്നം കണ്ട് എന്നെ ആരോ വെടിവെച്ച് കൊന്ന്. അയ്യേ സ്വപ്നമായിരുന്നോ? ഞാൻ പപ്പയ്ക്ക് എന്തോ പറ്റിയെന്നും പറഞ്ഞ അവിടെ നിന്ന് ഓടി പടച്ച് ഇങ്ങോട്ട് വന്നത്. അല്ല, വെളുപ്പം കാലം കാണുന്ന സ്വപ്നം വലിക്കുമെന്നാണ്. അങ്ങനെ സ്വപ്നം വലിച്ച് പപ്പ തട്ടിപ്പോയെന്ന് തന്നെ വെച്ചോ. പപ്പയുടെല്ലേ മറ്റേ പുനർജനിക്കാനുള്ള മറ്റേ മരുന്നുള്ളത്, അപ്പൊ തന്നെ കഴിക്കണീക്ക. ആ എളുപ്പമില്ലേ? എന്റെ ദൈവമേ, ഈ വീട്ടില് ബുദ്ധിയുള്ള ഒരെണ്ണം പോലും ഇല്ലല്ലോ. ചത്ത് കിടക്കണ ഞാൻ എങ്ങനെ കൊച്ചെ ആ മരുന്നെടുത്ത് കഴിക്കും? ഓ അതൊരു പോയിന്റ്. ആ ഒരു കാര്യം ചെയ്യും, പപ്പ മരുന്നിങ്ങെടുത്ത് ഇങ്ങട് എന്റെ എത്താ. അപ്പൊ പപ്പ എങ്ങാനും ഏതെങ്കിലും സന്ദർഭത്തിൽ മരിച്ചാ ഞാൻ ഓടി വന്നാ മരുന്ന് വായിലൊഴിച്ചത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അയ്യടി മനമേ, നല്ല ബുദ്ധി. കോടിക്കണക്കിന് രൂപ മരുന്ന് നിന്റെ കയ്യിൽ തരണം അല്ലേ? അതും കൊണ്ട് നീ ഓടിക്കണം. ഞാൻ എന്ത് ചെയ്യടി? ചക്ക തിന്നെ പ്ലാവിക്കാറാനും. അതെ, ഇന്നലെ രാത്രി ഇവിടെ എന്തെങ്കിലും സൗണ്ട് കേട്ടാ? കേട്ടെന്ന്. ആ ആ പെണ്ണില്ലേ കുഞ്ഞി, എന്തൊരു കൂർക്കം വലിയ ദൈവമേ, എനിക്ക് സമാധാനത്തിനൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല മരക്ക്. ആ കുഞ്ഞ് കൂർക്കാൻ വലിക്കുന്ന സൗണ്ട് അല്ല, വേറെ എന്തെങ്കിലും സൗണ്ട് പുറത്തേന്ന് ആരെങ്കിലും നടക്കണതായിട്ടോ. നടന്ന് പുറത്തുനിന്നല്ല, കുഞ്ഞി ബെഡിൽ നിന്ന് എണീറ്റ് ബാത്റൂമിൽ ഇടക്കൊക്കെ മുള്ളാൻ പോകുന്നു. ഒന്ന് ചോദിക്കണോട്ടാ, നാളെ ഡിസ്റ്റർബ് ചെയ്യണം. കുഞ്ഞിന്റെ കാര്യമൊക്കെ നീ എന്തിനു പറഞ്ഞ? അതല്ല പറഞ്ഞത്, വെളിയിൽ വീട്ടിന്റെ പുറത്ത് ആരെങ്കിലും നടക്കണതായിട്ടോ പട്ടി കുരച്ചതായിട്ടോ അല്ല കേട്ടാ? ഏയ് ഞാൻ കേട്ടില്ല. എന്താ ചോദിക്കാൻ കാരണം? ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഓ പക്ഷേ വരത്തോപ്പിക്ക് ആർക്കും ആവില്ല. ചേട്ടു പിന്നെ ഞാൻ ക്യാൻറ്റീൻ പോണു, വല്ല സാധനം വല്ല വാങ്ങണോ? പൈസയാ? നിനക്ക് സാധനം വാങ്ങണോ? നീ പൈസ തരണോ? അല്ല ഞാൻ ചോദിച്ചിട്ട്, ഇവിടെ ഞാനാണ് വാടകക്കാരൻ, നീയാണോ വാടകക്കാരൻ? ചോദിക്കാൻ നിൽക്കണമെന്നില്ല, ഞാൻ തന്നെ അങ്ങോട്ട് വാങ്ങിക്കൂല. ഒന്നുമില്ല, എനിക്കൊന്നും വേണ്ടാന്ന് പറയായിരുന്നു. അല്ല പാർച്ചേച്ചി എവിടെ? അപ്പോ പാർച്ചേച്ചി ഇടയ്ക്ക് പാറിന്റെ കൂടെ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം പറഞ്ഞില്ല. അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കാൻ. വേറെ ചോദിക്കണ്ട, ദിവ്യ പ്രേമ. വേറെ ചോദിക്കണ്ടോ? ഇല്ല, പാർജാവോ. എന്നാലും അവൻ ആരായിരിക്കും? കള്ളി, എടി കള്ളി, ചിലരുടെ ജാട കണ്ടാത്തൊന്നും ജില്ലാ കളക്ടറാണെന്ന്. അടുത്തറിയുമ്പോഴല്ലേ സ്വഭാവം മനസ്സിലാവുള്ളൂ. എന്താ നിന്നുണ്ടല്ലോ? എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? കാണണമല്ലോ. ഞാൻ വിചാരിച്ചാൽ നിന്നെ പലതും ചെയ്യാൻ പറ്റും. ആ ചെയ്യേ, കാണിക്കട്ടെ. പക്ഷെ പപ്പൻ ഓർത്തിട്ടാ ഞാൻ ചെയ്യാത്ത, മനസ്സിലായ? അയ്യോ, എന്നെ എന്തെങ്കിലും ചെയ്യൂ പ്ലീസ്. ഓടി വേണ്ട. പോയില്ലെങ്കിൽ ഞാൻ പോവും. അയ്യേ, അവളുടെ ഒരു ജാട കണ്ടില്ലേ? ദേ കൂടുതൽ കളിച്ചാണ്ടല്ലോ, നിന്റെ വീഡിയോ ഇല്ലേ ഞാൻ അങ്ങടുത്ത് വൈറലാക്കും. പിന്നെ നീ കുറച്ചാളെ എയറിലാ, പിന്നെ പുറത്തിറങ്ങാൻ കുറച്ച് നേരം എടുക്കും. ഇത് ഇത്ര കാര്യാക്കിയാ? കുഞ്ഞിക്കറിയോ, ശരിക്കും ഞാനൊരു പാവ. പഠിക്കണ സമയത്തൊക്കെ എല്ലാത്തിനും എനിക്കായിരുന്നു ഫസ്റ്റ്. വീട്ടിലെ പ്രാരാബ്ദവും ദാരിദ്ര്യവും കാരണം എനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നതാ. അസുഖക്കാരനായ അച്ഛൻ, നിത്യരോഗിയായ എൻ്റെ അമ്മ,
അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ എല്ലാ ഭാരവും എൻ്റെ തലയിലായി. കുഞ്ഞിക്കറിയോ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ ചീഫായിട്ടിരിക്കേണ്ട ഞാനാ ഇങ്ങനെ തീഫായിട്ട് മാറിയത്. പാപ്പു പാപ്പു ഇങ്ങനെ കരയല്ലേ, എനിക്കും വിഷമമാണു. എനിക്കിതൊന്നും അറിയാത്തോണ്ടല്ലേ, സോറി. കരയാതെ. കുഞ്ഞിക്ക് വിവരമില്ലാത്തോണ്ടല്ലേ? അല്ല, ഐ മീൻ കുഞ്ഞിക്ക് എന്നെ പറ്റി വിവരം ഒന്നുമില്ലല്ലോ. അതെ, എനിക്ക് മനസ്സിലാവും. കുഞ്ഞിനെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. ഞങ്ങൾ ഇടിയുണ്ടാക്കിയതല്ല, പിന്നെ ഞങ്ങൾ സ്നേഹിച്ചതാ. സ്നേഹിച്ചതാ? അപ്പൊ നിങ്ങളുടെ പിണക്കം അതൊക്കെ മാറി. അതെങ്ങനെ? ആർക്കെതിരെ നീ അറിയണേ? ഇതേതാ ഡ്രസ്സ്? അവളുടെ ഡ്രസ് നല്ല ഭംഗില്ലേ? ഓലോണ്ട് കാണാം. ശരിക്കും എനിക്കായിരുന്നു മാച്ച്. ഞാൻ പൂരി തരും അങ്ങോട്ട്. കുഞ്ഞി, ഇനി നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല കേട്ടോ. ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യോ? ചെയ്യാലോ. ചെയ്തിട്ടുണ്ട്. ശരി, പോട്ടെ. വിളിപ്പി ശേഷം വന്ന കാരണം അല്ലെങ്കിൽ ഞാൻ കുറച്ചേരം കൂടി നിന്നേനെ. ശരിക്കും പിണക്കം മാറിയാ? മാറി. നമ്മള് വിചാരിച്ച പോലെയല്ല. പാപ്പു ആള് ഭയങ്കര പാവമാണ്. അവള് ഈ മീശമാധവനൊക്കെ കളിച്ചിടുന്നതേ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാ. പക്ഷെ എനിക്കത് ഫീലായി. അത് മാറ്റി എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം. എന്നാലും ഇതെങ്ങനെ? ഇനി അവളെ കൂട്ടിപ്പിടിച്ച എന്നെ എങ്ങാനും ഒതുക്കാൻ വന്നാണ്ടല്ലോ, ഏറ്റവും തന്നാണോ നീ മുടി. നീ കണ്ടത് എന്റെ മോളെ തന്നെ. എന്റെ മാമ നമ്മുടെ ക്ലബിലെ 60 അടി പൊക്കത്തിൽ അടിച്ച് പൊക്കണ ബോള് ഒറ്റ അടിക്ക് ഷാർപ്പായിട്ട് ക്യാച്ച് എടുക്കുന്നതാണ് ഞാൻ. എനിക്ക് 6 അടി ദൂരത്ത് നിൽക്കണ ലച്ചുവിനെ കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല മാമ പറയണം. മാമ ധൈര്യമായിട്ട് വാ മാമ. നീ എന്നെ മോഹനെണ്ണാന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്? അതുകൊണ്ട് പിന്നെ ഇപ്പൊ എന്തൊരു മാമൻ വിളി? അതെ, എന്റെ അമ്മയുടെ ചോദിച്ചപ്പോഴേ നിനക്ക് എന്റെ അമ്മയുടെ പ്രായമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിന്നെ അണ്ണാന്ന് വിളിക്കണത് അതുകൊണ്ട് തന്നെയല്ലേ, അതുകൊണ്ട്. വേറെ ഉദ്ദേശമൊന്നുമില്ലല്ലേ? എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. എവിടെയുടെ ഇത്? സർവീസ് സെന്ററിലെ പയ്യൻ പറഞ്ഞ വീട് വീടാണല്ലോ. അണ്ണ ഒരു സെക്കൻഡ്, ഈ സർവീസ് സെന്ററിൽ ജോലി ചെയ്യുന്ന ലച്ചുവിന്റെ വീട് എന്നറിയാമോ? ലച്ചു അല്ല, ലക്ഷ്മി. ലക്ഷ്മി. അത് വീട് ആശാനെ അതിന് ഇത്ര ആലോചിക്കാനില്ല. കാട്ടെ, ഇതാണ് ആള്. അറിയാമോ? അറിയാം. मुझे कुछ नहीं मालूम. ഹിന്ദിക്കാരനാണ് ഇത്. മലയാളം അറിഞ്ഞൂടാണോ? അതല്ലേ പറഞ്ഞത്? ഇപ്പൊ പറയാൻ മലയാളം അല്ലേ? आता नहीं बोता नहीं नहीं चाहिए. വന്ന് മലയാളം ഏത് ഹിന്ദി ഏതെന്ന് പോലും ഇപ്പൊ അറിയാൻ വയ്യാത്ത കണ്ടീഷനായി. അവിടെ വേറെ ആരുടെങ്കിലും പോയി ചോദിക്കാൻ അങ്ങോട്ട് വാ നീ. എന്തിനാ ഇത്? കുട്ടിമാമ എന്തു പറ്റി? എന്താ പറ്റേ? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഓടുന്നേ? ജോക്കി എന്താ എനിക്ക് ഓടാൻ പാടില്ലെന്നുണ്ടോ? ഓടാൻ പാടില്ലെന്നുണ്ടോ? അപ്പൊ എന്താ ഈ ബാഗില്? ബാഗില് വീട്ടു സാധനങ്ങൾ. ഒരു വീടാകുമ്പോ സാധനങ്ങളാണ്. അപ്പൊ സാധനങ്ങൾ വാങ്ങണ്ടേ? എന്താ കുഴപ്പം എന്താ? വേണം. കുട്ടിമാമ ക്യാമ്പിൽ പോയല്ലേ? ക്യാമ്പിൽ പോയി. ഒരു പട്ടാളത്താറാകുമ്പോ ക്യാമ്പിൽ പോകും. എന്താ കുഴപ്പം? അതുകൊണ്ട് കുഴപ്പം എന്താ ക്യാമ്പിൽ പോണതിന്? എന്താ? അതെ, നിന്റെ അമ്മ ഇന്നലെ വിളിച്ചിരുന്നു. നീ എപ്പോഴും അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അമ്മേനോട് ഞാൻ പറഞ്ഞാണല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുള്ളൂന്ന്. പിന്നെന്താ? ഓഹോ, ശരി, കൊണ്ടുപോയിക്കോ, ഞാൻ പൊക്കിക്കോളാം.
അതിൻ്റെ ഇടയ്ക്ക് അവളൊരു ചോദ്യം, കുട്ടിമാമ ഇവിടെ പോയി ക്യാമ്പിൽ പോയാന്ന്. എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഇപ്പൊ അടിക്കണം വേണ്ട, പിള്ളേരൊക്കെ ഉറങ്ങിയ ശരി. അവിടെ നീ അതിന്റെ പുറത്ത് കിടന്ന് കിടക്കണേ. ഞാൻ തുണി എടുക്കാൻ പോയതാ. തുണി എടുക്കാൻ പോയതാ? പെട്ടെന്ന് അകത്ത് കയറ്. നിന്നെ അന്വേഷിച്ച് രണ്ടുപേര് ആ സർവീസ് സെന്ററിലുള്ളമാരെ അവിടെ കിടന്ന് കറങ്ങണു. എന്റെ അടുത്ത് ചോദിച്ചു നിന്റെ ഫോട്ടോ കാണിച്ചിട്ട് നിന്നെ അറിയാമോന്ന്. എന്തിനാ? പൈസ ആയിരിക്കും, വേറെ എന്തിന്? ഞാനൊരു കാര്യം പറയാം, ഇനി എന്റെ പൈസ ഒന്നുമില്ല നിനക്ക് വേണ്ടി കൊടുക്കാൻ. പഴയ 500 എനിക്ക് തരാൻ വേണ്ടി. ഞാനതിന് വേറെ വണ്ടിയൊന്നും ചീത്തയാക്കിയില്ലല്ലോ, ഒരെണ്ണല്ലേ ചീത്ത. എനിക്കെങ്ങനെ നീ എത്ര വണ്ടി ചീത്താക്കിയെന്ന്? ഇത്തിരി വരുമാനത്തിന് വേണ്ടിയിട്ടാണ് വീട് വാടകയ്ക്ക് കൊടുത്തത്. ഇതിപ്പോ അവസാനം ഞാൻ പിച്ചച്ചട്ടി എടുക്കാണ്ട് ഗതികേടായി. ഹായ് പാപ്പു. ഹായ് കുഞ്ഞി വായോ. എന്താ ഡാൻസ് ഒക്കെ കളിച്ച്? വെറുതെ വിഷമങ്ങളൊക്കെ മറക്കാൻ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുന്നു, അത്രേ ഉള്ളൂ. താൻ ഇങ്ങനെ സെൻഡി ആക്കല്ലേ, ഓൾറെഡി ഞാൻ തന്നോട് ചെയ്തൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുക. അപ്പോഴാ അതൊന്നും സാരല്ലേ കുഞ്ഞി, മനുഷ്യരല്ലേ, തെറ്റൊക്കെ പറ്റും. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ട് കുഞ്ഞി? നമുക്ക് ഇതൊക്കെ മാറ്റാനായിട്ടേ ഒന്ന് കൂടിയാലോ? എങ്ങനെ? താൻ കഴിക്കോ? ഞാൻ വരുമ്പോ 2 ഷവായി കുത്തി കയറ്റിട്ടാ വന്നേ. അതല്ല, ഇത് കഴിക്കോന്നാ ചോദിച്ചേ. കുറച്ച് 10 മില്ലി. ആ എന്നാ ഞാൻ പോയി ഗ്ലാസ് എടുത്തിട്ട് വരട്ടെ. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഗ്ലാസ് വെള്ളം ആരോടിക്കും. ഓ, അപ്പൊ സ്ഥിര അടിപരിപാടിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല കുഞ്ഞി, എനിക്ക് ഈ ദുരിതവും പ്രാരാബ്ദങ്ങളും ഒക്കെ ആണല്ലോ. അതിൻ്റെ ഇടയിൽ എനിക്ക് ആകെയുള്ളൊരു അത്താണി, വിച്ച് മീൻസ് തോണി, അതാണിത്. എന്നും ഈ തോണി ഞാൻ ഒറ്റയ്ക്കാണ് തുഴയാറ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് തുഴയാം. എന്നാ ഞാൻ പോയി ഡോറടിച്ചിട്ട് വരട്ടെ. പറഞ്ഞ ഗ്ലാസ് ചിപ്സ് എടുത്തു. എന്താപ്പാ? മറ്റേ പൈസ ചോദിക്കാൻ വേണ്ടി 2 പേര് വന്നില്ലേ, അവന്മാരോട് വന്നിരിക്കുകയാണ്. എന്താ ചെയ്യാ? ഞാനേ അവന്മാർ 2 ഹിന്ദി പറഞ്ഞ് ഡയറക്റ്റ് ഓട്ടിക്കാം. ഓക്കെ. തുക്കോ ക്യാ ചായേ? ചായ ഒന്നും വേണ്ട. ഞാൻ നേരത്തെ ഇതിൽ ഫോട്ടോ കാണിച്ചില്ലേ, എൻ്റെ മോള്. അതുകൊണ്ട് ആ വീട്ടിലവർ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. കോഴിയൊന്നും വേണ്ട, എൻ്റെ മോളെ ഒന്ന് കാണാൻ. ലെറ്റു. അച്ഛന്റെ ശബ്ദമല്ലേ ഇത്? മോളെ അച്ഛാ, നീ ഹിന്ദി പഠിച്ചാ? ഇതെന്റെ ശരിക്കുള്ള അച്ഛനാ പപ്പ. ഏത് തോട് വഴി റോഡ് ആലപ്പുഴ പിയോ ആ അച്ഛനാ? എന്താണ് മാഷേ, ഒരു ലെറ്റർ അയച്ചാ തിരിച്ച് മറുപടി അയച്ചൂടി? നീ ലെറ്റർ അയച്ചിരുന്ന എനിക്ക്?
അല്ല ഞാൻ അയച്ചു, നിന്റെ മറുപടി ഒന്നും വന്നില്ല. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അച്ഛൻ വാച്ചാത്ത പറഞ്ഞോ. അല്ല അപ്പൊ ഞാൻ വരണ്ടേ? നീയും വാ. കയറ്. ഈ മാളു തിരിച്ചു വന്ന അന്ന് തൊട്ട് നിന്റെ അമ്മയും ഞാനും കൂടെ തിരിച്ചും മറിച്ചും അവളടുത്ത് ചോദിച്ചു. അവള് ഒരു വക പറഞ്ഞിട്ടില്ല, അറിയാമോ? അത് പിന്നെ അച്ഛാ, ഇവിടുത്തെ പപ്പന് ഇവിടെ ആരും വരുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അഡ്രസ്സ് പറഞ്ഞു തരാണ്ടിരുന്നത്. പപ്പനാ? അതാര്? വലിയ സയന്റിസ്റ്റാ. പപ്പൻ്റെ അടുത്ത് നിന്ന് അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനും ആളും കൂടി ഇവിടെ വന്ന് ചേർന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തോന്ന് കിട്ടാനാ പിള്ളേരെ? അയ്യോ അച്ഛ, ഇതൊക്കെ പഠിച്ചാൽ വലിയ വലിയ ജോലി കിട്ടും, നല്ല ശമ്പളവും കിട്ടും, പിന്നെ നമ്മൾ രക്ഷപ്പെടില്ല അച്ഛാ. അതൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് എവിടെ നിന്ന് മനസ്സിലാവാൻ, അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. എന്നാലും മോളെ നിനക്ക് അച്ഛൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? അച്ഛാ, ഞാൻ കുട്ടൂനെ വിളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മൊബൈൽ കളി നിർത്തിയിട്ട് വേണ്ടേ അവൻ ഇതൊക്കെ ഇടപെടാൻ? 24 മണിക്കൂറും കളി തന്നെ. കുടിക്കണം. പിന്നെ നേരത്തെ താങ്കളടുത്ത് അവിടെ ഞാൻ കള്ളം പറഞ്ഞില്ലേ, അറിയില്ല എന്ന്. അതല്ല, അങ്ങനെയല്ല. അങ്ങനെ കുഴപ്പമില്ല, നല്ല സാറേ. ഒരു പട്ടാളത്തുകാരൻ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. അത് പിന്നെ സാഹചര്യങ്ങളുടെ ആ സന്ദർഭം അങ്ങനെ ആയി പോയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ അടുത്ത് ക്ഷമിക്കണം കേട്ടോ. അല്ല ഒരു കാര്യ, പട്ടാളക്കാരനാ? സയന്റിസ്റ്റ് എന്നല്ലേ പറഞ്ഞത്? ഞാൻ സയന്റിസ്റ്റുമാണ്, പട്ടാളക്കാരനാണ്. 2 in 1. സാറേ, ഇവര് ഈ പഠിച്ചൊക്കെ റെഡി ആവോ? ഇവര് പഠിച്ചോ? എന്ത് പഠിപ്പോ? എന്ത് റെഡിയാവാൻ പഠിക്കാൻ? അത് പിന്നെ ഞാനും ആളും പപ്പയുടെ സ്റ്റുഡൻസ് അല്ലേ, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പപ്പ ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നല്ല പിള്ളേരാ, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഇവരുടെ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ ഭാര്യ പാറുവാണ്. സമാധാനമായി. ഇവരെ കൂടാതെ വേറെ 2-3 പിള്ളേരോട് ഉണ്ട് ഇവിടെ. അത് ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. ഉണ്ടല്ലേ രണ്ടുപേരും? ഉണ്ട്. കാണണോ? അവര് പഠിക്കാതിരിക്കും. അതെ, പഠിക്കാതിരിക്കും. പഠിക്കട്ടെ. അല്ല അത് ശരിയല്ല. ഇതിപ്പോ ഞാൻ കാണിച്ചില്ലെങ്കിൽ താങ്കൾ വിചാരിക്കും ഞാൻ നേരത്തെ പോലെ കള്ളം പറഞ്ഞതാണെന്ന്. അത് ശരിയല്ല. ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം. കുഞ്ഞി, പാപ്പു, 2 സ്റ്റുഡന്റ് താഴേക്ക് വരൂ. ഇപ്പൊ വരും. പിന്നെ വേറെ 2 കുട്ടികളൂടെ ഉണ്ട്, അവര് നാട്ടിൽ പോയിരിക്കുക. ഒന്നും നമ്മുടെ മാളോ അച്ഛാ. മാളു അറിയാം. നല്ല കുട്ടികൾ, എല്ലാവരും നല്ല നല്ല സൽസ്വഭാവികളാണ്. കുട്ടിമാമ എന്നെ വിളിച്ചോ? കുഞ്ഞി, എന്തിനാ ഈ കുപ്പി എടുത്തത്? കുട്ടിമാമനൊരു കുടിമാമനാകാതിരിക്കാൻ ഞാൻ കുപ്പി എടുത്ത് കുടിച്ചേ. നിങ്ങൾക്കറിയോ, കുട്ടിമാമനില്ലേ ക്രാക്ക് ഉണ്ട്, അതുകൊണ്ട് മെഡിസിൻ കഴിക്കുക. അപ്പേ കുടിച്ചാലുണ്ടല്ലോ വയ്യാതാവും. ഇതെന്റെ അച്ഛനാണ് പാപ്പു. അച്ഛനാണോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കോളേജാ ബാറാ? അത് പിന്നെ അച്ഛാ, കോളേജിലെ ഒരു നാടകത്തിന്റെ കോമ്പറ്റീഷൻ ഉണ്ട്, അവര് റിഹേഴ്സൽ ചെയ്യാറ്. അല്ലേ പപ്പ? അതെ, കട്ടു കുടിച്ച കുപ്പി എന്നാണ് നാടകത്തിന്റെ പേര്. അതിലെ മെയിൻ 2 ആർട്ടിസ്റ്റാണ് ഇതാ നിൽക്കുന്ന 2 എണ്ണം. നാട്ടുകാരെ വണക്കം. ഞങ്ങളുടെ നാടകം ഇവിടെ ആരംഭിക്കുകയായി. അയ്യോ, संसार को बुलाओ, हे बेबी तो याद करिए.
मेरी लाइफ सुधार दो, तुम फिर नाच रहो तो संसार को